ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണം തുടങ്ങി 6ാം ദിനമാണ് ഇന്ന്. പശ്ചിമേഷ്യ ഇന്നും കലുഷിതമാണ്. മാത്രവുമല്ല, പശ്ചിമേഷ്യയ്ക്ക് പുറമേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതാണ് 5ാം ദിനത്തിന്റെ അവസാനവും 6ാം ദിനത്തിലും നമ്മൾ കാണുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾ ഇസ്രയേലും അമേരിക്കയും കൂടുതൽ ശക്തമാക്കുകയാണ്. ടെൽ-അവീവിലും ജെറുസലേമിലും മിസൈൽ ആക്രമണം ശക്തമാക്കി ഇറാനും തിരിച്ചടി തുടരുന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ മുക്കിയ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിച്ച അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്കൻ സെനറ്റിന്റെ നിർണായക പിന്തുണ ലഭിച്ച ട്രംപിന്റെ അടുത്ത നീക്കം എന്താണ്? ഇറാന്റെ ചെറുത്തുനിൽപ്പ് ഇനി എത്ര നാൾ? ഇതാണ് ഉയരുന്ന ചോദ്യം. നമുക്ക് വിശദമായി തന്നെ 6ാം ദിവസത്തിലെ സാഹചര്യം എന്താണ് എന്നത് പരിശോധിക്കാം. 6ാം ദിവസം സംഭവിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ആക്രമണം കടുപ്പിക്കുന്നു. യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചരിത്ര നേട്ടമാകും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നാണ് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഗൾഫ് മേഖലയിലും ലബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലും സംഘർഷം ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള കപ്പൽ ഗതാഗതം തടയുമെന്ന ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയിട്ടുള്ളത്. യുദ്ധം മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുമാണ്. ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പൽ US അന്തർവാഹിനി തകർത്തത് സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. അമേരിക്ക ചെയ്തത് ക്രൂരതയാണെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പിന്നാലെ പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടിട്ടുമുണ്ട്. അത്തരമൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകാനായി എന്നതാണ് ഇറാന്റെ അവകാശവാദം. പക്ഷേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് 6ാം ദിവസത്തിലെ ഇറാനിലെ സാഹചര്യം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 5 ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1045 ആയതായും 6000-ലധികം പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തരിച്ച അയത്തുള്ള അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയി പുതിയ നേതാവാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. അപ്പോൾ ഇറാൻ അവരുടെ പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം ആര് ചുമതലയെടുത്താലും അവരെ വധിക്കുക എന്നതാണ് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നതാണ് സൂചനകൾ. ഖമനേയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ പോലും അതിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നത് പരിഗണിച്ചുകൊണ്ടും അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം കൂടിയാണ് ഇറാനിൽ കാണുന്നത്. ഇറാനിൽ ഇസ്രയേൽ US ആക്രമണം തുടരുന്നു. ടെഹ്റാനിലെ വിവിധയിടങ്ങളിലും സനാതൻ ദാജ് മേഖലയിലും വ്യോമാക്രമണം രൂക്ഷമാണ്. ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, ടെഹ്റാൻ ബസാർ, ചരിത്രപ്രസിദ്ധമായ ഗൊലസ്താൻ കൊട്ടാരം എന്നിവയുൾപ്പെടെ 33 സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് US മുക്കിയ ഐറസ് ദേന എന്ന ഇറാനിയൻ കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം തിരിച്ചടികളാണ് ഇന്ന് ഇറാൻ നേരിട്ടിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ തിരിച്ചടി തുടരുന്നു. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ എണ്ണ വിതരണത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ വിതരണത്തെ അത് ബാധിക്കുമ്പോൾ അത് മറ്റു രാഷ്ട്രങ്ങളെയും പരോക്ഷമായി ബാധിക്കുകയാണ്. അവിടെ എണ്ണവില വർധന, ദൗർലഭ്യം തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഇനി നേരിടാൻ പോകുന്നത്. റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചിട്ടുണ്ട്. ഖത്തർ തങ്ങളുടെ രാജ്യത്തെ US എംബസിക്ക് സമീപം താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ തിരിച്ചടി തുടരുന്ന സാഹചര്യം ആ മേഖലയെ ഇന്നും കലുഷിതമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചതായും വ്യോമാധിപത്യം നേടിയതായും ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നു. ടെൽ-അവീവ്, ജെറുസലേം എന്നിവിടങ്ങളിൽ അതേസമയം ഇറാന്റെ പ്രത്യാക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. സൗദി അൽ ഖാജ്, അൽ ജാഫ് മേഖലയിൽ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും
പ്രതിരോധിച്ചെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് മുബാറക് അൽ തുറമുഖത്തിന് 30 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര സമുദ്രപാതയിൽ എണ്ണ ടാങ്കറിന് സമീപവും ആക്രമണമുണ്ടായി എന്ന വിവരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതേസമയം അമേരിക്കയിലുണ്ടായത് ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. യുദ്ധം തുടരാൻ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണമെന്ന പ്രമേയം US സെനറ്റ് വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായ നീക്കമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രസിഡന്റ് ട്രംപ് വാദിക്കുന്നത്. തങ്ങൾക്ക് ആക്രമണം ഉണ്ടാകും എന്ന് തോന്നി, അതുകൊണ്ട് ആക്രമണം നടത്തി എന്നതാണ് ട്രംപ് പറയുന്നത്. മാർക്കോ റൂബിയോയുടെ ചില പരാമർശങ്ങൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറങ്ങിത്തിരിച്ചു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ എന്താണ് കോൺഗ്രസിൽ നടക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചാണ്. പക്ഷേ അവിടെ കാര്യങ്ങളെല്ലാം ട്രംപിന് അനുകൂലമായാണ് വന്നിരിക്കുന്നത്. സർവേകൾ പ്രകാരം 25% അമേരിക്കക്കാർ മാത്രമേ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും കോൺഗ്രസിലെല്ലാം ട്രംപിന് അനുകൂലമായി തന്നെ വന്നു. അത് ട്രംപിനെ സംബന്ധിച്ച് ഇനിയും ഈ യുദ്ധം തുടരാനും ഏത് തലം വരെ കൊണ്ടുപോകാനും കിട്ടുന്ന ഒരു അനുമതിയായി കൂടി വേണം നമ്മൾ കാണാൻ. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് എത്തിയതിനാലാണ് അത് ആക്രമണം നടത്തേണ്ടി വന്നത് എന്ന ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ യുദ്ധത്തെ തന്നെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ട്രംപിന്റെ ആ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. On the war front, to put it mildly, I would say. Somebody said, on a scale of 10, where would you rate it? I said about a 15. And we're going to continue to do well. We have the greatest military in the world by far. And that was a tremendous threat to us for many years. 47 years they've been killing our people and killing people from all over the world. And I think we have great support. And I think if we didn't do it first, they would have done it to Israel and give us a shot if that was possible. So we're in a very strong position now, and their leadership is just rapidly going. Everybody that seems to want to be a leader, they end up dead, and it's an amazing thing that's taking place before your eyes, because for 47 years we were pushed around, and we shouldn't have been. And I think I can say, and you see it as well as I do, you see the tremendous progress that's being made. Their missiles are being wiped out rapidly. Their launchers are being wiped out. They're attacking their neighbors. They're attacking their, in some cases, allies, or not so long ago allies. And, you know, it's really a nation that was out of control, and they would have used it on us if we let them. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഈ ആക്രമണങ്ങൾ അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്വതന്ത്രമായി എടുക്കാനുള്ളൊരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സെനറ്റിലുള്ള വലിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻതൂക്കം തന്നെയാണ് ഇതിന് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ഉഭയകക്ഷി പ്രമേയം സെനറ്റ് പക്ഷേ വോട്ടിനിട്ട് തള്ളുന്ന സാഹചര്യം ഉണ്ടായതോടെ കോൺഗ്രസിന്റെ തടസ്സങ്ങളില്ലാതെ തന്നെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് രാഷ്ട്രീയമായ ഒരു കരുത്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 100 അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 47-നെതിരെ 52 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നത്. 52-നെതിരെ 47 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിപക്ഷം അംഗങ്ങളും സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. യുദ്ധാധികാര പ്രമേയം വഴി പ്രസിഡന്റിന്റെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് ഇതോടെ പരാജയപ്പെട്ടത്. ഡെമോക്രാറ്റുകൾ അവിടെ പരാജയപ്പെടുമ്പോൾ ലോകത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഇവിടെ ഒരു തിരിച്ചടി നേരിടുകയാണ് എങ്കിൽ ട്രംപിന് മനംമാറ്റമുണ്ടാകുമോ, കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ട്രംപിനെ ഈ കാര്യങ്ങളിൽ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ലോകത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് ആ പ്രമേയം പരാജയപ്പെടുമ്പോൾ തകർന്നു പോകുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ കരുത്തോടുകൂടി ഈ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സൈനിക നടപടികൾ ആരംഭിച്ച 6-ാം ദിവസമാകുമ്പോൾ ലഭിച്ച ഈ പിന്തുണ ട്രംപ് ഭരണകൂടത്തിന് വലിയ ആശ്വാസവുമാണ്. അമേരിക്കയിലെ സാഹചര്യങ്ങൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നു എന്നതൊക്കെയാണ് നില. പക്ഷേ സെനറ്റിൽ ജയിക്കാനായതോടുകൂടി ട്രംപിന് ആ നിലയിൽ കൂടി ആശ്വാസം ഉണ്ടാവുകയാണ്. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിന്റെ വാദത്തെ സെനറ്റ് യഥാർത്ഥത്തിൽ
ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആയുധശേഖരത്തെക്കുറിച്ചും സൈനിക വിന്യാസത്തെക്കുറിച്ചും രാജ്യത്തിനകത്ത് ചർച്ചകൾ സജീവമാണെങ്കിലും നിയമനിർമ്മാണ സഭയുടെ പിന്തുണയോടെ ആക്രമണം കൂടുതൽ ശക്തമാക്കാം എന്നതാണ് വൈറ്റ് ഹൌസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യവും സാധ്യതകളും. ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ട്രംപ് നേരത്തെ നമ്മൾ കേട്ടതുപോലെ വാചാലനായി സംസാരിച്ചത്. ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കം വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് അമേരിക്കൻ സൈന്യം നടത്തുന്നതെന്നും ഒക്കെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്നും അതിൽ എത്ര മാർക്ക് ഇടും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് 10ൽ 15 മാർക്ക് നൽകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1000-ലധികം മരണം നടക്കുന്ന സാഹചര്യം, ലോകത്തെ സമ്പദ് വ്യവസ്ഥയാകെ ഈ യുദ്ധം പിടിച്ചുകുലുക്കുകയാണ്. ഇറാനിൽ മരിച്ചു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾ, അത് ലോകത്തിൻ്റെ ആകെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലും വളരെ നർമ്മം കലർത്തിയ മറുപടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. 10ൽ 15 മാർക്ക് താൻ ഈ സൈനിക നടപടികൾക്ക് നൽകുന്നു എന്ന് ട്രംപ് പറയുന്നു. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം എന്തായാലും ട്രംപിന് അമേരിക്കൻ സെനറ്റിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നാണ്. ചൈന ചില മധ്യസ്ഥ നീക്കവുമായി രംഗത്തെത്തുന്നുണ്ട്. 6ാം ദിവസത്തിൽ ആശ്വാസമില്ലാതെ ഈ യുദ്ധം തുടരുമ്പോൾ ചില മധ്യസ്ഥ നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും വരുന്നു. സമാധാന ചർച്ചകൾക്കായി സർക്കാർ പ്രതിനിധിയെ പശ്ചിമേഷ്യയിലേക്ക് അയക്കും എന്നതാണ് ചൈന വ്യക്തമാക്കിയിട്ടുള്ളത്. എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ഫോണിലൂടെയുള്ള ചർച്ചകളിലാണ് വാങ് യി ചൈനയുടെ ഇടപെടൽ വാഗ്ദാനം ചെയ്തത്. UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വേണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നേരിട്ടുള്ള സൈനിക ഇടപെടലിൽ നിന്ന് മോസ്കോയും ബീജിംഗും ഇപ്പോഴും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ അന്താരാഷ്ട്ര അക്രമത്തിനെതിരെ ഇറാനുമായി ചേർന്ന് ഐക്യമുന്നണി കെട്ടിപ്പടുക്കാൻ റഷ്യയും ചൈനയും ഒക്കെ മുമ്പ് ശ്രമിച്ചിരുന്നു. പക്ഷേ സംയുക്ത നാവികാഭ്യാസങ്ങളും തന്ത്രപരമായ കരാറുകളും ഒക്കെ ഇതിന്റെ ഭാഗമായി നടന്നിരുന്നതാണ്. എന്നാൽ യുദ്ധമുഖത്ത് ഇറാനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ റഷ്യയും ചൈനയും നൽകുന്നത്. യുക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് റഷ്യ ഒരിക്കലും തയ്യാറാകില്ല എന്നൊരു സാഹചര്യമുണ്ട്. വെനസ്വേലയിൽ US നടപടികൾ ഉണ്ടായപ്പോഴും സമാനമായ നയതന്ത്ര പ്രതിഷേധം ഉയർത്തുക മാത്രമാണ് റഷ്യ നടത്തിയത്. റഷ്യയുടെ ഈ കയ്യകലം പാലിക്കൽ തെഹ്റാനിലെ ഭരണകൂടത്തിനിടയിൽ നേരിയ നിരാശ പടർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. പക്ഷേ കൂടുതൽ രാഷ്ട്രങ്ങൾ ഇടപെട്ടാൽ ഒരിക്കലും യുദ്ധം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ കടുക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഉള്ള പ്രശ്നപരിഹാരമാണ് ഏക പോംവഴി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സെനറ്റിന്റെ പിന്തുണയിൽ എന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ട്രംപും മേഖലയിലെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ അമേരിക്കൻ സഹായത്തോടെ ഏതറ്റം വരെയും പോകാൻ ഇസ്രയേലും തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് 6ാം ദിവസത്തിലും നമ്മൾ കാണുന്നത്. വമ്പൻ ശക്തികൾക്ക് മുൻപിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പിന് പരിമിതികൾ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിൽ നേരിട്ടിടപെടാതെ റഷ്യയും ചൈനയും നടത്തുന്ന ഇടപെടൽ, നയതന്ത്ര ഇടപെടലുകളിലാണ് ഇപ്പോൾ ഏക പ്രതീക്ഷയുള്ളത്. യുദ്ധം വ്യാപിക്കാതെയും നീണ്ടുപോകാതെയും ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന് ആശിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.